എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല. നെറ്റെന്ന് വെച്ചിട്ട് ഞാൻ 10 years ബാക്ക് മടക്കി വെച്ച സാധനമാണ്. എപ്പോഴോ പിന്നെ ഈ ഒരു ആഗ്രഹം, ഭയങ്കര ഒരു ആഗ്രഹമാണ്. കാരണം കോളേജിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുമ്പോഴും നമ്മളൊരു വിഷമമുള്ള കാര്യമാണ്. ഇത് നേടത്തില്ല അല്ലെ കിട്ടത്തില്ല എന്നും ഇവിടെ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും പരീക്ഷ ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ഭയങ്കര നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയിരിക്കും. നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ആഗ്രഹം മനസ്സിൽ നിന്ന് കളയരുത്. ആ ആഗ്രഹത്തിനൊപ്പം നമ്മൾ നമ്മുടെ ആ സ്വപ്നങ്ങളും ഇത് കിട്ടുന്നതും അതുപോലെ തന്നെ ഭയങ്കര ഒരു കാര്യം, സാറ് ഈ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു റെസ്പെക്റ്റ്, അത് വലിയ വലുതാണ്. നമുക്ക് കോളേജിൽ കിട്ടുമ്പോൾ നമ്മുടെ അടുത്ത് ഓരോരുത്തരും വന്ന് നമ്മൾ ആ നേടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന കൺഗ്രാജുലേഷൻസ് ഒക്കെ കേൾക്കാൻ, അതൊക്കെ ഇങ്ങനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നത്തിനൊപ്പം ഞാനങ്ങ് അതായിരുന്നു എപ്പോഴും എൻ്റെ ചിന്ത. അപ്പോൾ അതൊക്കെ കിട്ടുക, അല്ലെ അത് നേടുക, ഒരു PhD എടുക്കുക, അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ നമ്മളൊരു നെറ്റ് ക്വാളിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വാല്യൂ ആണ്. അപ്പം അതൊക്കെ ഒരു ആഗ്രഹം മനസ്സിലിട്ട് അങ്ങ് പഠിച്ചു. നമ്മുടെ കൂടെ ഉള്ളത് ലജ്ന മജീദാണ്. ഇപ്രാവശ്യം മാനേജ്മെൻറ്റിൽ നെറ്റ് നേടിയിട്ടുള്ള കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലുള്ള ലജ്ന. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ലജ്ന. മാനേജ്മെൻറ്റിലാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി കുട്ടികൾക്ക് കൂടുതലും പേപ്പർ ടു റിലേറ്റഡ് ആയിട്ടാണ് അറിയേണ്ടത്. നമ്മൾ പേപ്പർ വൺ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിവേ വിൽ കം ടു ദാറ്റ്. എങ്ങനെയായിരുന്നു ഒരു പേപ്പർ ടു മാനേജ്മെൻറ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് സബ്ജക്ട്സ് മാത്രം, അതായത് ഞാൻ കൈകാര്യം ചെയ്യുന്ന സബ്ജക്ട്സ് അല്ലാതെ എനിക്ക് എല്ലാം 10 years ആയിട്ട് എല്ലാ സബ്ജക്റ്റുമായിട്ട് വിട്ടു നിന്നായിരുന്നു, പൂർണ്ണമായും വിട്ടു നിന്നായിരുന്നു. ഒന്നും ഒരു ബേസ് എന്തൊക്കെയൊക്കെ അറിയാമെന്നല്ലാതെ ഒന്നും വല്ലായിട്ട് ആഴത്തിലൊന്നും അറിഞ്ഞൂടാ. പിന്നെ പ്രോപ്പറായിട്ട് ഞാൻ എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ കാണാൻ പറ്റാത്ത ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ് മുടങ്ങാതെ കേൾക്കുമായിരുന്നു. പിന്നെ PYQ സെഷൻസ് എല്ലാം ആക്റ്റീവായിട്ട് ഞാൻ ഇതായിരുന്നു. ഒരു ടെസ്റ്റുകൾ ചിലപ്പോൾ 1-2 ടെസ്റ്റൊക്കെയാണ് ദിവസത്തെ പോയാലും മാക്സിമം ടെസ്റ്റുകൾ, സബ്ജക്റ്റ് വൈസ് PYQs, പിന്നെ മെൻറ്റേഴ്സ് ചെയ്ത സഹായങ്ങൾ, നമ്മൾ എന്ത് സംശയം ഉണ്ടായാലും മെൻറ്റേഴ്സിനോട് ചോദിക്കും. അങ്ങനെ ആ ഒരു കറക്റ്റായിട്ട് ഒന്നും മുടങ്ങാതെ കറക്റ്റായിട്ട് എല്ലാം ചെയ്തു പോകും. ഇപ്പം ലജ്നയുടെ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് കാലമായിട്ട് എക്സാമിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അതായത് PG കഴിഞ്ഞ് അധികം വൈകാതെ ജോലിക്ക് കയറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഏകദേശം ഒരു 8-10 വർഷങ്ങളോളം ബ്രേക്ക് എടുത്തിട്ടാണ് അന്ന് ഇനീഷ്യലി നെറ്റ് എഴുതിയിരുന്നു, പിന്നെയും ഒരു നെറ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പല ആളുകളുടെയും ഒരു പ്രശ്നം, സിമിലർ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ കുറേ കാലമായിട്ട് ഒരു ബ്രേക്ക് ഉണ്ട് എക്സാമിൽ. ഇനി തിരിച്ചു വന്നാൽ ഇത് വർക്കൗട്ട് ആവുമോ, ഇനി മുമ്പത്തെ കാരണം ഞാൻ കുറേ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും പഠിക്കാനുള്ള എൻ്റെ ഒരു മെൻറ്റാലിറ്റി പോയിട്ടുണ്ടോ, കപ്പാസിറ്റി പോയിട്ടുണ്ടോ, എങ്ങനെയാണ് ആ ഒരു ഗ്യാപ്പ് ലജ്നയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇനി അഥവാ എങ്ങനെയാണ് അത് നന്നായിട്ട് ഫീൽ ചെയ്യും. കാരണം ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിട്ടേ ഇല്ല. ആ നെറ്റ് അന്ന് എഴുതിയതിന് ശേഷം അല്ലാതെ ഒന്ന് എഴുതി ഞാൻ ഇതുവരെ വിജയിച്ചിട്ടില്ല. +2 പഠിക്കുമ്പോഴും എൻട്രൻസ് എഴുതുമ്പോഴും എല്ലാവരും ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ജയിച്ചതൊക്കെ കാണുമ്പം എങ്ങനെ ഇത് നേടുന്നത്, എങ്ങനെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് മറ്റ് എക്സാമിനെക്കാളും ഒരുപാട് പ്രത്യേകതയുണ്ടല്ലോ, എങ്ങനെ ഈ കട്ട് ഓഫ് അല്ലെങ്കിൽ എങ്ങനെ ഈ റാങ്ക് ഒക്കെ കിട്ടുക, അല്ലെങ്കിൽ എങ്ങനെ ഇത് നേടുന്നെന്നുള്ള ഭയങ്കര അത്ഭുതമായിരുന്നു. എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല. നെറ്റെന്ന് വെച്ചിട്ട് ഞാൻ 10 years ബാക്ക് മടക്കി വെച്ച സാധനമാണ്. എപ്പോഴോ പിന്നെ ഈ ഒരു ആഗ്രഹം, ഭയങ്കര ഒരു ആഗ്രഹമാണ്. കാരണം കോളേജിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുമ്പോഴും നമ്മളൊരു വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നേടത്തില്ല അല്ലെ കിട്ടത്തില്ല എന്നും ഇവിടെ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും പരീക്ഷ ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു, ഭയങ്കര. പക്ഷേ എനിക്ക് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അതിലൂടെ ലേൺ ചെയ്യണം, അങ്ങനെ ഒരു ഇത്. ആദ്യത്തെ പരീക്ഷയ്ക്ക് ഞാൻ നല്ല ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷനായി. എല്ലാവരോടും എങ്ങനെ ആൻസറബിൾ ആവും എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ടെൻഷൻ കാരണമാണെന്ന് തോന്നുന്നു എനിക്ക് ഫസ്റ്റിൽ എനിക്ക് കുറച്ച് ഭയങ്കര ടെൻഷൻ കാരണം കിട്ടിയില്ല. സെക്കൻഡ് തവണ ചെയ്യുമ്പം എനിക്ക് ഈ ടെൻഷൻ എൻ്റെ മെൻറ്ററിനോട്, ഗോപിക മാമിനോട് ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരുപാട് മെൻ്റലി സപ്പോർട്ട് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് അന്നത്തെ ചെയ്തത് തെറ്റുമ്പോൾ എനിക്ക് ടെൻഷനായിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ കൊണ്ട് തെറ്റിച്ചല്ലോ. അപ്പോൾ ഒക്കെ മെൻറ്റർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഒരുപാട് സമയം എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്ന് അടുത്ത പ്രാവശ്യം കിട്ടുമെന്ന് ഒരു 100% മെൻറ്റർ. കാരണം നമുക്ക് എക്സാം സാർ മാമും പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പഠിച്ചത് നമ്മുടെ കയ്യിലുണ്ട്, നമുക്കിനി അത് കിട്ടും, നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചെയ്താൽ മതി. അങ്ങനെ മെൻറ്ററിൻ്റെയും ഐഫറിൻ്റെ എല്ലാവരുടെയും ഒരുപാട് സപ്പോർട്ടും ക്ലാസ് PYQs ചെയ്യുമ്പോഴെല്ലാം തരുന്ന സപ്പോർട്ട്, സാറന്മാർ തരുന്ന സപ്പോർട്ട്, എല്ലാ സാറന്മാരും എല്ലാവരുടെയും ക്ലാസ്സസ് സൂപ്പറാണ്. അവർ തന്നിട്ടുള്ള ക്ലാസ്സും അതുപോലെ തന്നെ PYQs എങ്ങനെ ചെയ്യണം എന്നുള്ള ആ രീതി പറഞ്ഞു തന്നതിലൂടെയാണ്
എക്സാം എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ലിജിനയുടെ ഈ പ്രിപ്പറേഷനിൽ എയ്ഫർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? എന്നെ ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒട്ടും അറിയാത്ത, എനിക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്വപ്നം നേടിത്തന്നതാണ്. അപ്പം എനിക്ക് ഒരു ഒരു എന്താ, എല്ലാവരും ഒരു ഫാമിലി പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അത്രയ്ക്കും ഒരു സ്നേഹം. അതായത് ഫ്രണ്ട്സ് തന്നെ. എനിക്ക് അതിനകത്ത് ആദ്യത്തെ തവണ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ഉണ്ടായിരുന്നു. ഗൂഗിൾ മീറ്റ് വഴി കമ്പൈൻ സ്റ്റഡി ചെയ്യും. പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ച് എക്സാം അടുപ്പിച്ചു ഒക്കെ കമ്പൈൻ സ്റ്റഡിയിൽ എൻ്റെ ഫ്രണ്ടിന് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് സെക്കൻഡ് തവണ അവൾക്ക് കിട്ടിയിട്ടും അവൾ എനിക്ക് വേണ്ടി വന്ന് എന്നെ ഇരുന്ന് ഗൂഗിൾ മീറ്റിൽ വന്ന് എനിക്ക് വേണ്ടി ഇരിക്കുകയും പഠിക്കുകയും, അങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒരു നല്ല സർക്കിൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ, സംശയം ചോദിക്കുമ്പോൾ എപ്പോൾ ചോദിച്ചാലും ഫ്രണ്ട്സ് അപ്പം റിപ്ലൈനും. അതുപോലെ തന്നെ ഗ്രൂപ്പ്, JRF ഗ്രൂപ്പ്, അവിടെ ഫ്രണ്ട്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹായം, നമ്മൾ ചോദിക്കുന്നതിന് പല ആംഗിളിൽ നിന്നുള്ള വ്യൂസ് ഉള്ള ആൻസേഴ്സ് വരുമ്പോൾ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ വലിയൊരു കാര്യമായിരുന്നു. ഓക്കെ, ഇഫറിന്റെ പേപ്പർ വൺ എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു? ഇപ്പോൾ പേപ്പർ വണ്ണിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതിൽ ലെജിനയ്ക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്? പേപ്പർ വണ്ണിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ സമയത്തെ അല്ല, ഒത്തിരി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പം നല്ല വ്യത്യാസം. അതുപോലെ തന്നെ എനിക്ക് വലിയ ഡിഫിക്കൽട്ടുള്ള ഏരിയ ആയിരുന്നു ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഉള്ളത്. അത് ഞാൻ ഇരുന്ന് പിന്നെ സാറിൻ്റെ വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോസ് ആണ് അതൊക്കെ എനിക്ക് കൂടുതലും ബെനിഫിറ്റ് ആയിട്ടുള്ളത്. എനിക്ക് ആ റെക്കോർഡഡ് വീഡിയോസ് ഇരുന്ന് പതുക്കെ കേട്ട് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ലോജിക്ക്, അതിനകത്ത് എഡ്യൂ റീൽസ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയൊരു സാധനമാണ്. ലാസ്റ്റ് ഞാൻ ഇരുന്ന് കുറേ ദിവസം ഇരുന്ന് റീൽസ് ഇങ്ങനെ കണ്ട് അതിൽ നിന്ന് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി അങ്ങോട്ട് പേപ്പർ വണ്ണിൽ കുറേ കാണാതെ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അതെനിക്ക് നിൽക്കത്തില്ല. അപ്പോൾ ഈ റീൽസ് കണ്ടിട്ടാണ് അതിങ്ങനെ മെമ്മറിയിൽ നിന്നതും. ഓക്കെ. സോ ലിജിന ബേസിക്കലി ടീച്ചറായിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലുള്ള ടീച്ചറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒക്കെ കൂടുതൽ ചോദിക്കുന്ന ഒരു കൺസേണിലൊന്നാണ് ടീച്ചറാണ്. അപ്പോൾ കോളേജിൽ കുറേ പണിയുണ്ടാവും, കുട്ടികൾ കുറേ പണിയുണ്ടാവും, നമ്മൾ എടുക്കുന്ന കുറച്ച് ടോപ്പിക്ക് ഉണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ വാസ്റ്റാണ് നെറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ടീച്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ള ഈ ഒരു ഡബിൾ റെസ്പോൺസിബിലിറ്റി ഒരു ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ലിജിനയുടെ കേസിൽ എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്തത്? അത് എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കോളേജിൽ വെച്ചിട്ട് ഞാൻ കിട്ടുന്ന സമയമെല്ലാം മാക്സിമം ഹെഡ്സെറ്റ് വെച്ചിട്ട് ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ വർക്ക് ചെയ്യുക. ആപ്പ് ഭയങ്കര, എപ്പോൾ ഫോൺ എടുത്താലും ആദ്യം വേറെ ഒന്നിലോട്ടല്ല, ഐഫൻ്റെ ആപ്പിലോട്ടാണ് പോകുന്നത്. ഫോൺ ഓൺ ആക്കി ഐഫൻ്റെ ആപ്പിൽ പോയി ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഒരു സെറ്റ് എന്തെങ്കിലും ഒരു 10 ഇതിൻ്റെയെങ്കിലും ചെയ്തിരിക്കും. എപ്പോൾ ഫോൺ കൈ കിട്ടിയാലും ഐഫൻ്റെ ആപ്പിലാണ്. അല്ല, എനിക്ക് മറ്റ് സോഷ്യൽ മീഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാം ഈ ഒരു കാര്യം. ഇവിടെ വന്നാൽ കുട്ടികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും വീട്ടു ജോലി കഴിഞ്ഞാലും പിന്നെ എനിക്ക് വളരെ കുറച്ച് സമയം, ആ സമയം മാക്സിമം ലൈവ് ക്ലാസ്സസ് മാക്സിമം അങ്ങ് കയറാൻ നോക്കും. അതാണ് ഏറ്റവും ചെയ്തൊരു ബെനിഫിറ്റ്. കാരണം റെക്കോർഡഡ് നമുക്ക് അത്രയും പിന്നീട് അങ്ങോട്ട് സമയം കിട്ടാറില്ല. മാക്സിമം ലൈവ് ക്ലാസ്. ഇപ്പോൾ ഇതിൽ തന്നെ ഈ എക്സാമിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകളൊന്നാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. എസ്പെഷ്യലി ബീങ് എ മദർ ഓർ ബീങ് എ ടീച്ചർ, ഒരുപാട് അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റീസ് ആസ്പെക്റ്റുകളൊക്കെ വരും. എങ്ങനെയാണ് ഈ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്തത്? അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ആപ്പാണ് ഏറ്റവും കൂടുതലും നമുക്ക് എപ്പോൾ എടുത്താലും ആപ്പിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യനോ അല്ലെ എന്തെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഒരു സമയം പോലും, ഒരു ദിവസത്തിൽ എങ്ങനെ ആയാലും എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും ഈ ആപ്പ് ആയിരിക്കും ആദ്യം തുറക്കുക. ഫോൺ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കേൾക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചുമ്മാതിരുന്നാലോ അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് എന്തെങ്കിലും കിട്ടിയാലോ ഇതായിരിക്കും. യാത്രയാണെങ്കിൽ യാത്രയുടെ ഇടയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവെൽ കിട്ടുവാണെങ്കിൽ കോളേജിൽ ആ ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഇതായിരിക്കും നോക്കുന്നത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ വർക്ക്, വീട്, കുട്ടികൾ, പിന്നെ പഠനം. എന്നാലും എന്നാലും നമ്മൾ കിട്ടിക്കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് കിട്ടിയ ആളുകളാണ് എന്നുള്ളൊരു ക്രെഡിറ്റിന് വേണ്ടിയിട്ടാണ്, ഐ മീൻ ആ ഒരു പൊസിഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളത് കൊണ്ട് എഫേർട്ട് ഈസ് വർത്ത്. സോ ദ ഫൈനൽ വൺ ബേസിക്കലി ഒരുപാട് ബ്രേക്ക് എടുക്കുന്ന ഇതുപോലെ, ഐ മീൻ എക്സാം എഴുതുന്നതിൽ നിന്ന് ബ്രേക്ക് എടുക്കുന്ന, ഞാൻ ഇനി എഴുതിയാൽ കിട്ടുമോ എന്ന് കൺഫ്യൂഷനുള്ള ഒരുപാട് സെറ്റ് ഓഫ് ആളുകളുണ്ട്. ഉള്ളിൽ ആ ഒരു ആഗ്രഹവും സ്വപ്നവും ഉണ്ട്. സോ ഫൈനലി എന്താണ് നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടിയിരിക്കും. നമ്മൾ അതിനു വേണ്ടി നമ്മുടെ ആഗ്രഹം മനസ്സിൽ നിന്ന് കളയരുത്. ആ ആഗ്രഹത്തിനൊപ്പം നമ്മൾ നമ്മുടെ ആ സ്വപ്നങ്ങളും ഇത് കിട്ടുന്നതും, അതുപോലെ തന്നെ ഭയങ്കര ഒരു കാര്യം, സാറ് ഈ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു റെസ്പെക്റ്റ്, അത് വലിയ വലുതാണ്. നമുക്ക് കോളേജിൽ കിട്ടുമ്പോൾ നമ്മുടെ അടുത്ത് ഓരോരുത്തരും വന്ന് നമ്മൾ ആ നേടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന കൺഗ്രാജുലേഷൻസ് ഒക്കെ കേൾക്കാൻ, അതൊക്കെ ഇങ്ങനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നത്തിനൊത്ത് ഞാനങ്ങ് അതായിരുന്നു എപ്പോഴും എൻ്റെ ചിന്ത. അപ്പോൾ അതൊക്കെ കിട്ടുക, അല്ലെ അത് നേടുക, ഒരു PhD എടുക്കുക, അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ നമ്മളൊരു നെറ്റ് ക്വാളിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വാല്യൂ ആണ്.
അപ്പം അതൊക്കെ ഒരു ആഗ്രഹം മനസ്സിലിട്ട് അങ്ങ് പഠിച്ചു. Okay, so that's it. Once again, congratulations. Thank you, sir. Okay, thank you.